ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, പസിൽ 4ൻ്റെ ആൻസറാണിത്. 6, 15, 23, 48, 30, 45, 41, 36. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പല വിധത്തിൽ നോക്കിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ആൻസർ വന്നിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതൊരു പ്രത്യേക പാറ്റേണിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 6 ആണ് ഇവിടെ ഉള്ളത്. 6 + 9 ആണ് 15 വരിക. അപ്പോൾ 6 + 9 15. 15നോട് 8 ആഡ് ചെയ്താൽ 23. പിന്നെ 7 ആണ് ആഡ് ചെയ്യുന്നത് 30. പിന്നെ 6 ആഡ് ചെയ്യുന്നു 36. പിന്നെ 5 ആഡ് ചെയ്യുന്നു 41. പിന്നെ 4, പിന്നെ 3 ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ എത്തുന്നത് ഏതായിരിക്കും? 2 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 50 ആയിരിക്കും ഇവിടെ വരെ ആൻസർ. അപ്പോൾ നിങ്ങൾ ഓരോ വിധത്തിലും നമ്മളൊരു പസിൽ കണ്ടു കഴിഞ്ഞാൽ അതിലെ പാറ്റേൺ, ഇതിപ്പം നമ്മൾ ഒരു പ്രത്യേക ഓർഡറിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പേഴ്സിൻ്റെ പ്രത്യേകത, ഒരു പസിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത നന്നായിട്ട് നോക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ നോക്കാം. ഇത് കുറച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരു പസിലാണ്. നമ്മുടെ പസിൽ നമ്പർ 5. ഇപ്പോൾ കുറച്ചെന്ന് വെച്ചാൽ കുറച്ചധികം ചിന്തിക്കണം. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 287 = 441. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബൊക്കെ കാണാൻ പറ്റുന്ന ഇവിടെ എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെയോ ഫ്രൂട്ട്സിൻ്റെയോ ഒക്കെ ഇതേപോലെ പ്ലസ് ചെയ്തിട്ടും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണിത്. 287 = 441. അപ്പോൾ ഈ 287 എന്ത് ചെയ്താലാണ് 441 കിട്ടുക? അതേ ഒരു ഓർഡർ തന്നെയായിരിക്കണം ഇവിടെയുള്ളത്. അതായത് ഇവിടെ എന്ത് പ്രോപ്പർട്ടി നമ്മൾ ചെയ്താലാണ് ഇത് കിട്ടിയിട്ടുള്ളത്, അത് തന്നെ ആയിരിക്കും 119. 119 180 കിട്ടുന്നു. 358 എന്ന് പറയുന്നത് 959 കിട്ടുന്നു. 523 എന്ന് പറയുന്നത് ഏത് നമ്പറാണ് കിട്ടുക? അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.